ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ പ്രേതത്തിനൊപ്പം ഇരിക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കും. ഇത് ഞാൻ മുഖത്ത് മുൾട്ടാനി മിട്ടിയുടെ ഫേസ് പാക്ക് ഇട്ടേക്കാണ്. ഇത് ഞാൻ മുൾട്ടാനി മിട്ടി വാങ്ങിച്ചുകൊണ്ട് വന്നു, ബെഞ്ചാരാസിൻ്റെ. അതിട്ടേക്കാണ്. പിന്നെ ബെഞ്ചാരാസിൻ്റെ തന്നെ ഒരു റോസ് വാട്ടർ വാങ്ങിച്ചു. രണ്ടിൻ്റെയും വില 50 രൂപയാണ്. അപ്പോൾ കോളേജിൻ്റെ അവിടെ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്, അല്ലേ അമ്മ? ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പെട്ടെന്ന് വരുന്നില്ല. അപ്പം ഞാനിന്ന് പറയാൻ വന്ന എൻ്റെ സോപ്പ് മേക്കിംഗ് ജേണിയെ പറ്റിയാണ്. അപ്പം ഞാൻ കുറേ സോപ്പ് മേക്കിങ്ങിൻ്റെ ഒരുപാട് ഉണ്ടാക്കി. അതിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തു. ചില മിസ്റ്റേക്കൊക്കെ വന്നു. അപ്പോൾ ഗായ്സ്, ഞാൻ എൻ്റെ സോപ്പ് മേക്കിങ്ങിനായിട്ട് ആദ്യം വാങ്ങിച്ച സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി. ഇതായി ഒരു മോൾഡാണ് വാങ്ങിച്ചത്. കണ്ടോ, ഇതെല്ലാ ഷേപ്പും ഉണ്ട്. ലവ് ഷേപ്പ്, റൗണ്ട്, ഇങ്ങനത്തെ ഷേപ്പ്. ഈ ഷേപ്പിൻ്റെ പേരെനിക്ക് അറിയില്ല. അമ്മ ചിരിക്കുന്നുണ്ട്. ഇത് പിന്നെ ചതുരം പോലത്തെ ഒരു ഷേപ്പ്. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ സോപ്പ് മേക്കിങ്ങിന് ആദ്യം മേടിച്ചത്. ഒരു സോപ്പ് ബേസും വാങ്ങിച്ചു. ഒരു കിലോ അല്ല, 1/2 കിലോയുടെ സോപ്പ് ബേസും വാങ്ങിച്ചു. ഇത് വാങ്ങിച്ചു. ഇതിലാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്ത് നോക്കുന്നത്. പിന്നെ അതിന് ശേഷം എന്താ, പാത്രങ്ങൾ ഇതിലാണ് ഞാൻ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ചെയ്യുന്നത്. വേറെ അടിയിൽ വെള്ളം ചൂടാക്കാനായിട്ട് ഒരു പാത്രം വെച്ചാൽ അത് വേറെ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ എടുത്തോണ്ട് വന്നില്ല, അത് കുറച്ച് വെയിറ്റ് ഉള്ളതാണ്, അതുകൊണ്ട് എടുത്തില്ല. അപ്പോൾ ഇതിലാണ് ഞാൻ സോപ്പ് ബേസ് ഇട്ട് വിറ്റി എടുക്കുന്നത്. ഇത് പിന്നെ മിശ്രിതം കലക്കാനും എല്ലാം യൂസ് ചെയ്യും. കരണ്ടി ഇതിന് വേണ്ടി യൂസ് ചെയ്യും. പിന്നെ അടുത്ത കാര്യം, ഇത് ഞാൻ പിന്നെ കാണിക്കാം, ഇതിനെ പറ്റി പിന്നെ പറയാം. ഇത് പുതിയ മോൾഡാണ്. ഇത് വാങ്ങിച്ചത് മീഷോ എന്നാണ്. അതുപോലെ തന്നെ ഇത് വാങ്ങിച്ചത് മീഷോ എന്നാണ്. അമ്മ മീഷോ എന്ന് തന്നെ അല്ലേ? മീഷോ തന്നെയാണ്. വിവിധ ഷേപ്പുകളുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല ഡിസൈൻ ഉള്ളതാണ്. നല്ല പൂവിൻ്റെ എല്ലാം. ഇത് വെച്ച് ഞാൻ സോപ്പ് ഉണ്ടാക്കുകയും ചെയ്തു. എന്തിനൊക്കെ സോപ്പാണ് ഉണ്ടാക്കിയെന്ന് ഞാൻ പറയാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ ഉണ്ടാക്കിയ സോപ്പുകൾ. പക്ഷേ ഞാൻ ഇത് 1 വർഷത്തിന് മുമ്പേ ഒരിക്കൽ ഉണ്ടാക്കിയിട്ടുണ്ട് സോപ്പ്. പക്ഷെ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ട്, അല്ലേ അമ്മ? എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇതാണ് മുന്നേ ഉണ്ടാക്കിയത്. ഇത് ഇടയ്ക്ക് വെച്ച് പേപ്പർ ആണ്ട് ഇളവി വന്നു തോന്നുന്നു. അപ്പോൾ ഇത് ഞാൻ തന്നെ ഇത് ഇവിടുത്തെ കവറിൽ ചെയ്തതാണ്, പാക്ക് ചെയ്ത്. എങ്ങനെയുണ്ട് എൻ്റെ കലാവിരുതാനിത്? അപ്പം ഞാൻ ഇതാദ്യം പൊട്ടിച്ച് കാണിച്ചു തരാം. പൊട്ടിക്കണോ? പൊട്ടിച്ച് കാണിച്ചിട്ടുണ്ട്. ഇതെന്നിട്ട് അച്ഛനെ വിളിക്കാൻ കൊടുക്കാം. നല്ല സാൻഡലിൻ്റെ മണമുണ്ട്. നൈസ്. ഷേപ്പൊക്കെ ഒത്തു വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, ഈ ഉണ്ടാക്കിയതിന് ശേഷം ഏറ്റവും അവസാനം അതിൻ്റെ പുറത്ത് വെള്ളത്തുള്ളി പോലെ ഇങ്ങനെ വന്നിരിക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതാണ് എനിക്ക് ആകെ ഒരു തോന്നിയ ഒരു മിസ്റ്റേക്ക്. കുഴപ്പമില്ല, ഇപ്പം ശരിയായി. ഇനി അടുത്ത ഇത് കൊച്ചു സോപ്പാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇത് ഞാൻ കുറച്ചുണ്ടായിരുന്നുള്ളൂ ഏറ്റവും അവസാനം ബാക്കി. അപ്പോൾ ഇത് ഞാൻ തിരിച്ച് കാണിച്ചു. എല്ലാം പിരിക്കരുത് വെച്ചോ. ഇതും കൂടെ കാണിച്ചു കൊടുക്കാം. ഇത് വ്യത്യസ്തമായിട്ടുള്ളൊരു ഷേപ്പ് ഉണ്ട്. ചെറുതാണ്. ഇത് ചെറുതാണ്. ഞാൻ പറഞ്ഞില്ല, ആ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഏറ്റവും അവസാനം വെള്ളം പോലെ ഇതിൻ്റെ മണ്ടയിൽ വന്ന് നിൽക്കുന്നു. ഇതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തുകൊണ്ടാണെന്ന് അതിനെപ്പറ്റി ഇനി ഞാൻ വിശദമായിട്ട് പഠിച്ചാലേ പറ്റൂ കുറച്ചുകൂടി. അതാ ഷേപ്പ് നല്ല ഷേപ്പാണ്, നല്ല കട്ടിയും ഉണ്ട്. ഇത് മാത്രമാണ് എനിക്ക് ആകെപ്പാടെ ഒരു കംപ്ലീറ്റ് ആവാത്ത പോലെ ഒരു ഫീലിങ്സ് ആണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എനിക്കറിയാവുന്ന ചില അറിവുകളും എനിക്ക് പറ്റിയ മിസ്റ്റേക്സും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് അഭിപ്രായമെന്ന് നിങ്ങൾ എന്നെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ബൈ.